God. Hallelujah. ഒരു കാര്യം ഉറപ്പുണ്ട്, യേശുക്രിസ്തു വിശ്വസിക്കുന്നവർക്കും പ്രശ്നങ്ങളുണ്ട് ലോകത്തിൽ. യേശുക്രിസ്തു വിശ്വസിക്കാത്ത പലർക്കും പ്രശ്നമുണ്ട്. അപ്പൊ ദൈവമക്കൾക്കും പ്രശ്നമുണ്ട്, യേശുവിനെ വിളിക്കാത്തവർക്കും പ്രശ്നമുണ്ട്. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. അറ്റ്ലാന്റിക് ഓഷനിലാണ് ടൈറ്റാനിക് മുങ്ങിയത്. ഒരു രാത്രി 11:30 മണിക്ക് കൂറ്റൻ പർവ്വതം പോലുള്ള ഐസ്ബർഗിനെ ഇടിച്ച്, കൂറ്റൻ ഐസിന്റെ മലയെ ഇടിച്ച് 1500 പേർ -ഡിഗ്രിയിലുള്ള ആ കൂറ്റൻ അറ്റ്ലാന്റിക്കിന്റെ ആ സമുദ്രത്തിൽ വീണ് ഐസ് കഷ്ടമായി പെടഞ്ഞവർ മരിച്ചു. അതിനകത്ത് ഒരു വിശ്വാസി ഉണ്ടെന്ന് ചരിത്രം പറയുന്നില്ല. പക്ഷെ അറ്റ്ലാന്റിക് ഓഷന്റെ തൊട്ടടുത്ത് വെച്ചുകൊണ്ട് മെഡിറ്ററേനിയൻ സീ, അതിനോട് ചേർന്ന് കിടക്കുന്ന സീ ആണ്. അവിടെ ഇതുപോലെ തന്നെ ഒരു കപ്പൽ പാറയിലിടിച്ചതാണ്, തകർന്നിട്ടുണ്ട്. ആ കപ്പലിൽ 276 പേരുണ്ടായിരുന്നു. ആ കപ്പലിൽ 276 പേരുടെ കൂട്ടത്തിൽ 275 പേരുടെ കൂട്ടത്തിൽ 276ാമത്തെ ഒരുവരുടെ അവന്റെ പേര് പൗലോസ്. ടൈറ്റാനിക് ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയതാ. പക്ഷേ പൗലോസ് യാത്ര ചെയ്ത പായക്കപ്പല, മരക്കപ്പല, പാറയിൽ ഇടിച്ചിട്ട് തവിടുപൊടിയായി ഒരു തരിപ്പല പോലും ഇല്ലാതെ, പലക പോലും പൂർണ്ണമായി ശേഷിക്കാതെ പീസായി വെള്ളത്തിൽ ഒഴുകി നടക്കുമ്പോൾ ചരിത്രം പറയുന്നു, ഹല്ലേലൂയ, ഒരു ജീവൻ പോലും, ഒരു പ്രാണം പോലും വെള്ളത്തിൽ മരിച്ചില്ല. ഒരൊറ്റ കർത്താവിനെ വിളിക്കുന്ന ഒരൊറ്റ ഭക്തൻ ഒരു കപ്പലിലുണ്ടെങ്കിൽ, ഒരു കുടുംബത്തിലുണ്ടെങ്കിൽ, ഒരു വാഹനത്തിലുണ്ടെങ്കിൽ, ഒരു അനർത്ഥവും ആ കുടുംബത്തിൽ വരാൻ കർത്താവ് സമ്മതിക്കുകയില്ല. മുഴുവൻ പേരും അവൻ കരകയറി, മുഴുവൻ പേരെയും മുങ്ങാതെ കർത്താവ് കരകയറ്റി. ഉദാഹരണ പറയാമോ? അവന്റെ പേര് പൗലോസ്. അവൻ നോക്കിയിട്ട് പറഞ്ഞു, ഹല്ലേലൂയ. അവൻ നോക്കിയിട്ട് കപ്പലിലുള്ള മുഴുവൻ ജനത്തോട് പറഞ്ഞു, കപ്പൽ തകരും, പക്ഷെ ഇതിനകത്തുള്ള ഒരാളുടെ പ്രാണന് പോലും ആപത്ത് വരത്തില്ല.